സിനിമയിലെത്തി പിന്നീട് തെന്നിന്ത്യൻ സിനിമ മുഴുവൻ നായികയായി അഭിനയിച്ച നടിയാണ് മലയാളത്തിന്റെ സ്വന്തം ഭാവന. എന്നാൽ താരത്തിന് ഒരിടവേള എടുക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമാകുകയാണ്. എന്നാൽ താൻ ഒരിക്കൽ പേടിച്ചിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ് ഇപ്പോൾ താരം. മലയാളികളുടെ ഇഷ്ട നടിയാണ് ഭാവന. 2022 കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് നടി സിനിമയിലെത്തുന്നത്. ബിഗ് സ്ക്രീനിലെത്തിയ ഭാവന പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു തെന്നിന്ത്യയിൽ തിരക്കുള്ള നായികയായി മാറിയത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും ഭാവന അഭിനയിച്ചിരുന്നു. ഇപ്പോൾ ഷാജി കൈലാസിനെ കുറിച്ചും ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയെക്കുറിച്ചും പറയുകയാണ് ഭാവന. ഷാജി സാറിന് അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി തന്നെ അറിയാം. പിന്നെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ തന്നെ റീ റെക്കോർഡിംഗ് ഇടുന്ന ആളാണ്. ക്യാമറയുടെ പിന്നിലിരുന്ന് അദ്ദേഹം തന്നെ ഇടയ്ക്ക് ശബ്ദമുണ്ടാക്കുന്നത് കാണാം. അത്രയും ഇൻവോൾവ് ആയി ഒരു ഷോട്ടും എടുക്കുന്ന ആളാണ് അദ്ദേഹം. എപ്പോഴും ആ സിനിമയുടെ എഡിറ്റർ വേഷൻ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകും. ഞാൻ വായിക്കാൻ തരുന്ന സീൻ വായിച്ചിട്ട് അവിടെ പോയി പറയുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കറക്ഷൻ ഉണ്ടെങ്കിൽ സാർ തന്നെ പറഞ്ഞു തരും. ഞാൻ അദ്ദേഹത്തോടൊപ്പം ചിന്താമണി ചെയ്യുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഷാജി സാറിന്റെ പടം ചെയ്യാൻ പോകുകയാണല്ലോ എന്ന പേടിയായിരുന്നു. ഞാനെന്ന ഒരു തുടക്കക്കാരിയെ പോലെ തന്നെ ആയിരുന്നല്ലോ. പക്ഷെ അവിടെ എത്തി 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ ഓക്കെയായി. എനിക്കെന്ന പേടിയുണ്ടെന്ന് സാറിന് മനസ്സിലായിരുന്നു. കാരണം ഞാൻ പലപ്പോഴും അവിടെ നിന്ന് മാറിയിരിക്കുകയായിരുന്നു. സാർ അത് കാണുമ്പോഴൊക്കെ അവിടെ അടുത്ത് വന്നിരുന്ന് പറയുമായിരുന്നു, എന്തിനാണ് ഇവിടെ മാറിയിരിക്കുന്നതെന്ന്. പിന്നീട് ഷോട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ വളരെ നന്നായി ഇൻവോൾവ് ചെയ്യിക്കും. അത്തരത്തിൽ അന്ന് എന്നെ വളരെ കംഫർട്ടബിൾ ആക്കി. അതോടെ ആ പേടിയൊക്കെ മാറിയെന്നും ഭാവന പറയുന്നു.